തിരുവനന്തപുരം ആലങ്കോട് സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾ മർദ്ദിച്ചതായി പരാതി. ഒരു വിദ്യാർത്ഥിയുടെ കണ്ണിന് പരിക്കേറ്റു. പരിക്കേറ്റ 2 വിദ്യാർത്ഥികൾ പോലീസിൽ പരാതി നൽകി. ആക്രമിച്ച വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ പിന്തുണ നൽകുന്നുവെന്നും ആരോപണമുണ്ട്. ആലങ്കോട് ഹൈസ്കൂളിനകത്താണ് യഥാർത്ഥത്തിൽ ഗുണ്ടകളുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം അവരെ ഭയന്നാണ് ഇപ്പോൾ അധ്യാപകർ ജീവിക്കുന്നതെന്നാണ് അധ്യാപകർ എന്നോട് പറഞ്ഞത്. കാരണം ഇതിന് മുമ്പ് ഇവിടെ ഇതേപോലെ സംഭവം ഉണ്ടായി. ഞാൻ അധ്യാപകരോട് പരാതിപ്പെട്ടപ്പോൾ ആ പരാതിപ്പെട്ട എന്നെയും അധ്യാപകരെയും ആക്ഷേപിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ എൻ്റെ മകളുടെ മകനും അതുപോലെ മറ്റ് 2 വിദ്യാർത്ഥികളും മാരകമായിട്ടാണ് ആക്രമിച്ചിരിക്കുന്നത്. അടിച്ച് കണ്ണ് പൊട്ടിച്ചിട്ട് പോലും ആർക്കും ഒരു മിണ്ടാട്ടമല്ല ഉരിയാട്ടമല്ല. ആ സമയത്ത് ഏതോ അധ്യാപകന്റെ വണ്ടി ഇവിടെ എന്തോ ഞണിങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് 2500 രൂപ ചോദിച്ച് 1500 പോലീസിൽ പരാതി കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി വാങ്ങുകയും ചെയ്തു. എന്റെ മകളിൽ നിന്ന് 1500 വാങ്ങി, അതുപോലെ പലരിൽ നിന്ന് വാങ്ങിയെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. ഇത്തരത്തിലാണ് ഇവിടെ ഈ സ്കൂൾ നടക്കുന്നത്. സ്കൂളിൽ ഇപ്പോൾ പഠിക്കാൻ കുട്ടികളില്ല, ആകെ തുച്ഛമായ കുട്ടികളാണ്. എല്ലാ ബാച്ചും ക്ലാസ്സുകൾ ഒഴിഞ്ഞു കിടക്കും. ഈ സാഹചര്യത്തിൽ ഇവിടെ ഈ റാഗിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ അരങ്ങേറിയിരിക്കുകയാണ്. ഇത് ഉത്തരവാദിത്തപ്പെട്ടവർ പരിശോധിക്കണം. റാഗിങ് നിരോധിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് റാഗിങ് എന്ന് പറയുന്ന കേട്ടുകേൾവിയില്ലാത്ത ഈ സ്കൂളിൽ അരങ്ങേറിയിരിക്കുന്നത്.